നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ മാത്സിന്റെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ എന്താ വിത്ത് ടൈംസ് എന്ന് പറയുന്ന സമയത്തോടൊപ്പം എന്ന് പറയുന്ന ചാപ്റ്റർ നിന്ന് പഠിക്കുകയാണ്. നമ്മൾ ചോദ്യം ഇതാണ്, 2031 അതിവർഷമാണോ എന്നാണ് ചോദിക്കുന്നത്. 2031 അതിവർഷമാണോ? ഇനി എത്ര വർഷം കഴിഞ്ഞാണ് അതിവർഷം ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുന്നു. ബി എന്ന ചോദ്യം എന്താ, 2028 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 ഏത് ദിവസമാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ട് ചോദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ചോദിക്കുന്നത് 2031 അതിവർഷമാണോ എന്നാണ് ചോദിക്കുന്നത്. അതിവർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ലെ, ലീപ്പ് ഇയർ. എന്താണ് ലീപ്പ് ഇയർ? 4 വർഷങ്ങൾ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, 4 വർഷങ്ങൾ കൂടുമ്പോൾ വർഷത്തിന്റെ ഒരു ദിവസം അധികമായിട്ട് വരുന്നു. അപ്പൊ ആ ദിവസം നമുക്ക് കാണാൻ വേണ്ടി, അതിവർഷമാണോ എന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നിരിക്കുന്ന വർഷത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 കൊണ്ട് ഹരിക്കുന്നു. 4 കൊണ്ട് ഹരിക്കുമ്പോൾ I4 20, പിന്നെയോ 20 3 ഇറക്കിയിട്ടു, ഇപ്പൊ 0 ചേർത്തു. ഇനി 7 എന്താടാ, 7 28, ബാക്കി എത്രയാ, ബാക്കി 3 ആണ്. 7 28, ബാക്കി 3 നമുക്ക് കിട്ടിയത് ശിഷ്ടം എന്ന് പറയുന്നത്. റിമൈൻഡർ എത്ര? റിമൈൻഡർ 3. പൂർണ്ണമായിട്ട് 4 കൊണ്ട് എന്ത് ചെയ്യാനില്ല, ഹരിക്കാൻ വേണ്ടി പറ്റിയില്ല. പൂർണ്ണമായി ഹരിക്കാൻ വേണ്ടി, അതായത് ശിഷ്ടം എന്താ, ശിഷ്ടം 0 ഹരിക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ അതെന്താണ്, അത് അതിവർഷമാണ്. പക്ഷെ 2030 പൂർണ്ണമായി ഹരിക്കാൻ ആയിക്കില്ല. അതുകൊണ്ട് എന്തല്ല, 2031 അതിവർഷമല്ല. ലീപ്പ് ഇയർ അല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ കണ്ടോ, ഇവിടെ 3 വർഷങ്ങൾ എന്ത് ചെയ്തു, പിന്നിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എന്തായി, ഒരു വർഷം കൂടി കഴിഞ്ഞാലേ എന്തായി, നമുക്ക് 4 ശിഷ്ടം 4 ആയി. 4 എന്ന് പറയുമ്പോൾ എന്തായി, 4 എന്ന് പറയുമ്പോൾ ശിഷ്ടം എന്ത് ചെയ്തു, ശിഷ്ടം ഇല്ലാതെ അടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എന്ത് വരും, 2032 വരും. 2032 വരുമ്പോൾ എന്താ, 32 ഒരു അതിവർഷമാണ്. ഒരു വർഷം കഴിഞ്ഞാൽ അതിവർഷം ലഭിക്കും. അപ്പൊ അതിവർഷമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അതിനെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയാൽ എന്താ, അത് അതിവർഷമാണ്. ഇനി എത്രയാണോ ശിഷ്ടം നോക്കുക. ഇവിടെ എത്രയാണ്, ഇവിടെ ശിഷ്ടം 3 ആണ്. അപ്പൊ എന്ത് ചെയ്തു, ഒരു അതിവർഷം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ 4ാമത്തെ വർഷം ആകുമ്പോൾ എന്ത് ചെയ്യുക, അതിവർഷം വരിക. അപ്പൊ 3 കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചേർക്കുമ്പോൾ എന്തായി, 4 4 ആവാൻ വേണ്ടി ഒരു വർഷം കൂടി അധികം വേണ്ടു. അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിവർഷമാണെന്ന് പറയാം. ഏത് വർഷമാണ് ഇനി തൊട്ട് മുന്നേ അതിവർഷം കടന്നു പോയതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം, ഈ 3 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 31 3 മൈനസ് ചെയ്യുമ്പോൾ 2028 ആയിരുന്നു അതിന് മുന്നേ ഉള്ള അതിവർഷം. 2028 കഴിഞ്ഞ് എന്ത് ചെയ്തു, പിന്നീട് അതിവർഷം വരുന്നത് 2032 എന്ന് മനസ്സിലാക്കാം. ഇനി മക്കൾ നമ്മളോട് ചോദിക്കുകയാണ്, 2028 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 ഏത് ദിവസമാണ്? 2028 എന്ന് പറയുന്ന ഒരു വർഷം, ഈ വർഷം അതിവർഷമാണോ എന്നാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചോദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 2028 എന്ത് ചെയ്യുന്നു, അതിവർഷമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 2028 4 കൊണ്ട് എന്ത് ചെയ്യണം, 4 കൊണ്ടായിരിക്കുന്നു. 4 കൊണ്ടായിരിക്കുമ്പോൾ I4 20, 2 ഇറക്കിയിടുന്നു, 0, പിന്നെയോ 28 7 4 28. അപ്പൊ 0 ശിഷ്ടം. 507 ആൻസർ കിട്ടുന്നുണ്ട്. ആൻസർ നമുക്ക് വേണ്ട എന്താ വേണ്ടത്, റിമൈൻഡർ ആണ്, ശിഷ്ടമാണ്. 0 ശിഷ്ടം. അതുകൊണ്ട് എന്ത് ചെയ്യാം, 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ 2028 എന്താടാ, 2028 ഈസ് എ ലീപ്പ് ഇയർ. 2028 എന്താണ്, ഒരു അതിവർഷമാണ്. 2028 അതിവർഷമാണ്. അതുകൊണ്ടൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത, 2028 ജനുവരി 1 ഒരു ദിവസം, ഏത് ദിവസം, 2028 ജനുവരി 1 എത്രയാടാ, തിങ്കളാഴ്ചയാണെങ്കിൽ, ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2028 ഡിസംബർ 31 മക്കളെ, ഡിസംബർ 31 അത് ചൊവ്വാഴ്ചയായിരിക്കും. ഡിസംബർ 31 ചൊവ്വാഴ്ചയായിരിക്കും. എന്തുകൊണ്ടാ, നമ്മൾ കലണ്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഏത് വർഷത്തിലെയും കലണ്ടർ ആരംഭിക്കുന്നത് ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസമായിരിക്കും എന്ത് ചെയ്യുക, ഡിസംബർ 31 അവസാനിക്കുക. ജനുവരി 1 തിങ്കളാണെങ്കിൽ ഡിസംബർ 31 തിങ്കളായിരിക്കും. ജനുവരി 1 ബുധനാണെങ്കിൽ ഡിസംബർ 31 ബുധനായിരിക്കും. എന്നാൽ അതിവർഷങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നു, ഒരു ദിവസം മാറി എന്ത് ചെയ്യുന്നു, ഒരു ദിവസം മാറി അവസാനിക്കുന്നു. അതിവർഷങ്ങളുടെ കാര്യത്തിൽ എടുത്താൽ എന്താ, 2028 അതിവർഷമാണ്. അതുകൊണ്ട് ഇവിടെ എന്താ, ഇവിടെ ആ ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 തിങ്കൾ കഴിഞ്ഞ് അടുത്ത ദിവസം ചൊവ്വയായിരിക്കും. ഇനി ജനുവരി 1 ഞായറാഴ്ചയാണെങ്കിൽ തിങ്കൾ എന്ന് പറയുന്നത് അവസാന ദിവസം ഡിസംബർ 31 എന്ന് പറയുന്നത് എന്താ, അത് ഞായർ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമായിരിക്കും അല്ലെ, ഞായർ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ചയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത
അതിവർഷത്തിന്റെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകത മറന്നു പോരുത്. ഇത് വെച്ച് എന്ത് ചെയ്യാം, ഇത് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായി ഉത്തരം നൽകണം.